Welcome to Garam Masala, the magic spices of cooking. പാവയ്ക്ക തീയൽ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ വറുത്തെടുക്കാൻ. നമ്മുടെ തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ വറുത്തെടുക്കണം. ഈ പൗഡറിൻ്റെ എല്ലാം നല്ല സ്മെൽ വരുന്നത് വരെ നമുക്കിതിനെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ചൂടായൊരു മൺചട്ടിയിലോട്ട് നമുക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഈ ചെറിയ ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. വലിയ പീസാക്കി മുറിച്ചെടുത്തതാണിത്. നമുക്കിതിനെ 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പാവയ്ക്ക ഒന്ന് സോഫ്റ്റായി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണിത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. എണ്ണ വിട്ടു വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. എണ്ണയെല്ലാം വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.